ഇവർ തമ്മിലുള്ള 14 ഇന കരാർ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതിൽ തെറ്റിപ്പിരിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായല്ലോ. അതിനുശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ നടത്തുകയാണ്. അമേരിക്ക ഇറാന് മേൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തി. അതിന് പ്രതികാരമായി ഇറാൻ അമേരിക്കയുടെ ജോർഡാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ, അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെ മേൽ ഒക്കെ പ്രത്യാക്രമണം നടത്തി. അതിനുശേഷം എന്തോ ധാരണയിലെത്താൻ പോകുന്നുവെന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അക്രമങ്ങൾ നിർത്തിവെച്ചു. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ നിർത്തിവെച്ച താൽക്കാലിക വെടിനിർത്തൽ വീണ്ടും ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു ധാരണയിലും എത്തിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ധാരണയിലെത്തിയെന്ന് ട്രംപ് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥിര ശൈലിയിലുള്ള ഭീഷണി വീണ്ടും ഇറാന് മേൽ ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇറാനെ പൂർണ്ണമായും വൻ നാശത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ വൻ നാശത്തിനിടയാകുന്ന അക്രമങ്ങൾ നടത്തും എന്ന ഭീഷണിയാണ് അദ്ദേഹം മുഴക്കുന്നത്. ഇറാൻ അതിന് മറുപടി എന്നോണം അതിന് തക്കതായിട്ടുള്ള മറുപടി ലഭിക്കുമെന്നും അവർ പറയുന്നു. മാത്രവുമല്ല, ഈ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ഇറാന്റെ നിഴൽ സംഘമായിട്ടുള്ള ഹുദികൾ അവിടെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന സൗദി അറേബ്യയുടെ എണ്ണക്കപ്പലുകൾക്ക് നേരെ അക്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ അക്രമം വ്യാപിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യുക്രൈന്റെ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതായിട്ട് നമ്മൾ വാർത്തകൾ വായിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടനും ഇറ്റലിയും ഒക്കെ അവരുടെ സൈനിക താവളങ്ങളും സന്നാഹങ്ങളും ഇറാനെതിരെ ഉപയോഗിച്ചാൽ അവരെ ആക്രമിക്കുമെന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഈജിപ്തുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും പ്രശ്നങ്ങളും നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ പലസ്തീനിലുണ്ടായിരിക്കുന്ന കരാർ ഞങ്ങൾ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അതിൽ വലിയ പ്രയാസങ്ങളുണ്ടോ എന്ന് ഇസ്രായേൽ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ധാരണയിലെത്തി അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. മറിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ സങ്കീർണമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നിലവിലെ സാഹചര്യത്തിൽ വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളായി ഇത് തുടരുകയും ഇനി ധാരണയിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള അക്രമങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് സാധ്യതയെന്ന് വേണം വിലയിരുത്തുവാൻ. അതിനിടയ്ക്ക് തന്നെ മറ്റു ചില വാർത്തകൾ വരുന്നത്, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ നിയന്ത്രണം ഒമാനെയും ഇറാനെയും ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ധാരണയിലെത്തി എന്ന വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ ഒരു ചെറിയ ഫീസ്, അത് ചെറുതാണോ വലുതാണോ എന്ന് പറയാൻ കഴിയുന്നില്ല, എന്നിരുന്നാലും അവിടുത്തെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒരു ചുങ്കം, ഒരു ഫീസ് ഏർപ്പെടുത്തും എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതെല്ലാം തന്നെ യുദ്ധത്തിന് എത്രമാത്രം ഇവർ ധാരണയിൽ എത്തിയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, അങ്ങനെ ഹോർമൂസ് കടലിടുക്കിൽ ഒരു ധാരണയിൽ എത്തിയാൽ പോലും അത് പൂർണ്ണമായും തുറന്നു കൊടുക്കണമെങ്കിൽ അമേരിക്ക ഇറാൻ പോർട്ടുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള, ഇറാനിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനം പിൻവലിക്കണം എന്നാണ് ഇറാൻ പറയുന്നത്. ചുരുക്കത്തിൽ ഇവർ തമ്മിൽ ഇടയ്ക്ക് എത്തിച്ചേർന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ധാരണകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുകയും പരസ്പരം പോർവിളി മുഴക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ കെടുതികൾ വലിയ രീതിയിൽ സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് ഇത് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ ഇപ്രകാരം ധാരണയിൽ എത്താതെ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചില അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ പേരിൽ ആ യുദ്ധം കൂടുതൽ സങ്കീർണമാകുകയും കൂടുതൽ രാജ്യങ്ങൾ അതിലേക്ക് ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ചെറിയ യുദ്ധങ്ങൾ പോലും വലിയ യുദ്ധങ്ങളായിട്ട് മാറുന്നത്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇവർ തമ്മിൽ ചർച്ചകൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ വലിയ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ വില കൂടുന്ന സാഹചര്യം, നമുക്ക് വരും ദിവസങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസർവ് വളരെ കുറവാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. കാരണം ഹോർമൂസിൽ നിന്ന് എണ്ണ വരുന്നില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ റിസർവ് ഉപയോഗിച്ചാണ് കുറേ എല്ലാ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എണ്ണവില വീണ്ടും കൂടുകയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും ദൈനംദിന ജീവിതത്തെയും അത് കാര്യമായി ബാധിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ ഭാഗമായി
ഇപ്പം ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ, അമേരിക്കയുടെ സഖ്യകക്ഷികളെല്ലാം തന്നെ, ഈ സഖ്യകക്ഷി രാജ്യങ്ങളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്കാരായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകുവാനോ വരുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. മാത്രവുമല്ല, എയർ ഫെയറും വിമാനക്കൂലിയും ഒക്കെ വളരെ കൂടുതലാണ്. അതിൻ്റെ അകത്ത് തന്നെ ഉറപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു വിഭാഗം വലിയ രീതിയിലുള്ള പ്രയാസം നേരിടുന്നവനാണ്. ഇപ്പോൾ എത്രയോ നാളുകളായി കപ്പലുകൾ യഥേഷ്ടം ഹോർമുസ് കടലിലൂടെ കൂടെ യാത്ര ചെയ്തിട്ട് ചില കപ്പലുകൾ കഴിഞ്ഞ 3-4 മാസമായി ആ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിലുള്ള കപ്പൽ ജീവനക്കാർ വലിയൊരു വിഭാഗം 4 മാസമായി അവർക്ക് അവിടെ തന്നെയാണ്. അവർ ചിലരെല്ലാം ഇറാൻ തടഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അവർക്ക് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവരുടെ നിത്യോപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധി ഈ കപ്പൽ ജീവനക്കാരായിട്ടുള്ളവരിലുണ്ട്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ഇന്ത്യക്കാരാണ്. കാരണം ഇന്ത്യക്കാർ ഒട്ടനവധി ആൾക്കാർ ഈ കപ്പലുകളിൽ ജോലി ചെയ്യുന്നവരായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തുള്ള എല്ലാവരെയും സാമ്പത്തികമായി ബാധിക്കുന്ന, വൈകാരികമായി ബാധിക്കുന്ന, ആ പ്രദേശത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സമാധാനവും ഒക്കെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല, ഇപ്പൊ ഇറാൻ ഇങ്ങനെയുള്ളൊരു തന്ത്രപരമായിട്ടുള്ള ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇറാനിയൻ ജനതയുടെ ജീവിതം വളരെ ദുഷ്കരമാണ്. എത്രയോ കാലമായി സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കാര്യങ്ങൾ അവർക്ക് വിൽക്കുവാനോ അവരുടെ വിഭവങ്ങൾ വിൽക്കുവാനോ ആവശ്യമുള്ളത് വാങ്ങുവാനോ സാധിക്കാത്ത സാഹചര്യം. അങ്ങനെ ഒരു യുദ്ധക്കെടുതിയിലൂടെയാണ് ഇറാൻ ഈ മേൽക്കൈ തന്ത്രപരമായി ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ അവസ്ഥയും. ട്രംപിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിന്റെ 2ാമത്തെ ടേമിലുള്ള ഏറ്റവും കുറഞ്ഞ അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് നിലവിൽ ഉള്ളത്. അത് ദൈനംദിനമായി ആ ജനങ്ങൾ അവിടെ നേരിടുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പം അങ്ങനെ ലോകത്തെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു യുദ്ധമാണ് ഇത്. മാത്രമല്ല, എന്നാൽ അത് പരിഹരിക്കുവാനായിട്ട് ഒരു കൃത്യമായ നിർദ്ദേശങ്ങളുമായിട്ട് വരുന്നില്ല. ഇതിനെല്ലാം അത്ഭുതപ്പെടുന്നത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണോ യുദ്ധം തുടങ്ങിയത്, പക്ഷേ ആ ലക്ഷ്യങ്ങളൊന്നും അല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഹോർമൂസ് കടലിടുക്ക് യുദ്ധത്തിന് മുമ്പ് എപ്രകാരം സ്വതന്ത്രമായി വ്യാപാര പാതയായി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറിയിട്ട് അവിടെ കടുത്ത രീതിയിലുള്ള ഫീസ് കൊടുത്താൽ മാത്രമേ ഇനി രാജ്യങ്ങൾക്ക് പോകുവാൻ എന്നുള്ളത്, ഫീസ് കൊടുക്കുന്നില്ലെങ്കിൽ അതിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ വലിയ ലംഘനമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സമാധാനപരമായി സഹകരണത്തോടുകൂടി ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി സംവിധാനങ്ങൾ UN-ന്റെ നേതൃത്വത്തിലും അല്ലാതെയൊക്കെ നിലവിൽ വന്നിരുന്നു. അത്തരം സംവിധാനങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നത്, ഇനി രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നത് അവരുടെ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ആരെങ്കിലും അതിലെ കടന്നു പോകണമെങ്കിൽ ഫീസ് കൊടുക്കണമെന്ന് പറയുന്നത് പണ്ടില്ലാത്ത ഒരു നിയമമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്വന്തം ഇഷ്ടപ്രകാരമുള്ള അധികാരത്തിന്റെയും ശക്തിയുടെയും അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ രാജ്യാന്തര വ്യാപാരത്തെയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും ചരക്ക് നീക്കത്തെയൊക്കെ ബാധിക്കുമ്പോൾ അത് നമ്മൾ കെട്ടിപ്പടുത്ത വലിയ ഒരു ലോകക്രമത്തെ, സമാധാനത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകക്രമത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി മാറും, ഒരു രീതിയായി മാറും. അത് ഒരിക്കലും ലോക സമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ ബന്ധത്തിനും സഹവർദ്ദത്തിനും ചേർന്നതല്ല എന്നുള്ളൊരു വലിയ സന്ദേശം കൂടി ഈ യുദ്ധം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നതും അതുപോലെ ആശങ്ക ഉണ്ടാക്കുന്നതുമായുള്ള കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.